വാട്സ്ആപ്പ് ബോക്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ദേ ഇന്നാട്ടെ നമ്മുടെ കുറുക്കഞ്ചേരി തൈപ്പൂയ. ഞങ്ങള് നേരം വൈകിന്ന് വെച്ചിട്ടാണ് വന്നത്. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി കറക്റ്റ് സമയത്ത് എത്തിയത്. 11 മണി തൊട്ട് സെറ്റുകൾ കയറി തുടങ്ങുള്ളൂ. ഇതാന്ന് തോന്നിട്ട് ഏറ്റവും വലിയ 2 കാവടികൾ. പന്തലിക്ക് ഇപ്രാവശ്യം നല്ല രസം. ഇങ്ങനെ ടാസ്ക് എന്ന് വെച്ചാൽ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് എത്താന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെങ്കിലും തിരക്കിലെത്തും. ഞാൻ കാണാൻ ആഗ്രഹിച്ചു വന്നത് നമ്മുടെ CR7 കാവടി കേട്ടോ. അത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവർക്ക് ഈ സമ്മതിക്കണല്ലേ. ഈ തിക്കും തിരക്കും ആൾക്കാരുടെ കൂടെ ഇതാടണം. അതിന് ഇവര് സമ്മതിച്ചു കൊടുക്കന്നെ വേണം. ഞങ്ങൾക്ക് ഈ തിക്കിന്റെ ഇടയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കാവടിയും കൊണ്ടുവന്ന ആടനോടെ കാര്യം പറയാം. ഇങ്ങനെയൊക്കെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കും. പക്ഷെ അഞ്ഞെടുത്ത് പൊക്കാനുള്ള ആൾക്കാർ എന്റെ കൂടിയില്ല. പിന്നെ ഞങ്ങൾ ബാൻഡ് സെറ്റ് കണ്ടുന്നപ്പോഴാണ് നമ്മൾ കാത്തിരുന്ന വരവുണ്ടായി. ആൻഡ്രിയുടെ ഇടയിൽ ഒരു കാവടി വീഴാൻ പോയി. എന്റെ മോനെ CR7 വരവില്ല. അതങ്ങോട്ട് തൂക്കി നമ്മുടെ മുന്നിൽ വന്ന കാവടി മാറി മാറി എല്ലാവരും ആടുന്നു. എത്ര വീണ് പോയി കാവടി ആടാണ്ടിരിക്കുന്നില്ല. എന്നാൽ ഈ വെയിലത്തൊക്കെ ഇത് സമ്മതിക്കുന്ന വേണല്ലോ. അതിന്റെ ഇടയിൽ ഞാൻ ഒന്ന് കൈ വെച്ച് സഹായിച്ചു. എനിക്ക് ഇവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടം CR7 കാവടി. എന്നാൽ ഇങ്ങനെ ഒരു തീം കൊണ്ടുവന്ന് എന്തായാലും ഇടയിൽ ഒന്ന് വീണ് പോകാൻ നോക്കിയെങ്കിലും അത് കഴിഞ്ഞിട്ടൊരു ആട്ടുണ്ടായിരുന്നു മക്കളെ. പിന്നെ ഈ കാവടിയുടെ കൂടെ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ അമ്പലക്കാവടിയുടെ മുകളിലെ മുത്തപ്പൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എടാ ഇതിന്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാൻ ചെന്ന് പറഞ്ഞോളൂ. പിള്ളേര് കുട്ടി കാവടിയും കൊണ്ട് കയറുണ്ട്. അതിന്റെ ബാക്കിലേക്ക് ഇതേ ഗോറില്ലയുടെ എല്ലാ ഫാമിലിനെയും വിളിച്ചുകൊണ്ടുവന്നു. ഓരോത്തിന് ഒരു പാട ഡാൻസ്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇഷ്ടംമാതിരി ബുക്കിംഗ് വെയിലിന്ന ദിവസം. ഇന്ന് അവിടെ പോയവർക്ക് അറിയാം അവിടുത്തെ വെയിലിന്റെ കൂടെ തലവേദന എന്ന് പറയുകയാണെങ്കിൽ ഒടുക്കത്തെ ചൂടിന്റെ കൂടെ അതും കൂടി ആകുമ്പോ ഭ്രാന്ത് വേണ അവസ്ഥ. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഇനി പോയിട്ട് വൈകിട്ട് വരും. കുട്ടി കാവടി കണ്ടപ്പോ നമ്മൾ പഴയ കാലത്തേക്ക് ഒന്ന് പോയി. പോണ വഴിക്ക് തെയ്യൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രാഗൺ സംഭവം കണ്ടു. ഇത് ഞാൻ ഏതൊരു വീഡിയോയില് കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ പിള്ളേർക്ക് കണ്ടെന്ന് ഹായ് കൊടുത്തു. ഇനി ഒരുപാട് സെറ്റ് കയറാണ്ട്. അതുകൊണ്ട് തന്നെ റോട്ടില് ഫുള്ള് കാവടികളാണ്. അപ്പൊ ഇതൊക്കെയാണ് കുറുക്കഞ്ചേരി പോയ വിശേഷം. അപ്പൊ ബൈ ഫ്രം ഞാൻ തന്നെ.